ഫാൽഗുണി എന്താണെന്നതും കൂടെ കാണുകയും കൂടെ ചെയ്യാം. ഓക്കെ ഓക്കെ. അതാത് സ്റ്റേറ്റിൻ്റെതായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ നമുക്ക് ഇവിടെ കിട്ടും. ഹാൻഡ്ലൂമിൽ ചെയ്ത കുർത്തീസും സാരീസും അതിൻ്റെയൊക്കെ എക്സ്ക്ലൂസീവ് കളക്ഷൻ ആണ് നമ്മുടെ ഇന്ത്യൻ പ്രിന്റ് എത്നിക് കൂടുതലായിട്ടും ഇവര് ചെയ്യുന്നത്. ഈ ഫാൽഗുണിയുടെ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോയി നിങ്ങൾക്ക് ഒരു 6 months 8 months 1 year ആയിട്ടും നിങ്ങൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ ഡ്രസ്സ് ഭയങ്കര ലൂസ് ആയെന്നുണ്ടെങ്കിൽ ഫാൽഗുണിയിൽ ഇവര് ആ ഒരു പ്രോഡക്റ്റ് അപ്പോഴും വീണ്ടും അത് നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്ത് തരും വിത്ത് ഫ്രീ ഓഫ് കോസ്റ്റ്. കുർത്തീസിന്റെ കാര്യത്തിലാണെങ്കിലും ചുരിദാറിന്റെ കാര്യത്തിലാണെങ്കിലും സാരിയുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾക്ക് വന്നാൽ ഈ ഫാൽഗുണിയിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഉണ്ട്. പേൾ ഒറിജിനൽ പേൾ ആണ്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ആ മെറ്റൽ ആ ഒരു ബേസ് ഇതില്ലേ അത് ഇതാണ് നോർമൽ ഇതാണ്. പക്ഷെ അതിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ പേൾ ഒറിജിനൽ ആണ്. ഒറിജിനൽ പേൾ ആണ്. അത് നമ്മൾ സ്ക്രാച്ച് ചെയ്താലും നമുക്ക് എന്താ പറയാ തിരിച്ചതിന്റെ ഫോമിലേക്ക് തന്നെ വരുന്നതാണ്. ഞാനിന്ന് ഭയങ്കര സന്തോഷത്തില. നമ്മള് ഗേൾസിന്റെ അടുത്തും ലേഡീസിന്റെ അടുത്തൊക്കെ നമുക്ക് ഷോപ്പിങ്ങിന് പോവാം, നിറയെ ഡ്രസ്സുകൾ വാങ്ങാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും അല്ലെ? ആ ഒരു ഫീലിലാണ് ഞാനിപ്പോ. അതിന്റെ കൂടെ എന്റെ സന്തോഷത്തിന് ആഡ് ഓൺ ചെയ്യാനായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ സീസൺ 1ഉം സീസൺ 2ഉം വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നിങ്ങൾ പരസ്യം കണ്ടിട്ടുണ്ടാവും ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ സീസൺ 3 നമ്മൾ ഇതാ ഉടനെ തന്നെ ഇപ്പൊ 2 ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ ഷൂട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഞാനിപ്പോ ലാസ്റ്റ് മിനിറ്റ് ഈ സീസൺ 3 കുറെ നല്ല സ്പെഷ്യൽ ഗസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ സ്പെഷ്യൽ ഡ്രസ്സുകളൊക്കെ എടുക്കാനുള്ള ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഓൾറെഡി ഞാൻ ഇങ്ങനെ പല പല ഷോപ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏത് ഡ്രസ്സ് എടുക്കും ഈ പ്രാവശ്യം, കുറച്ച് ചേഞ്ചസ്, സാരി മാത്രമല്ല കുറച്ച് ഡ്രസ്സും ചുരിദാറും ഒക്കെ ഇടാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നപ്പോൾ തൃശ്ശൂര് ഫാൽഗുണി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ഫാൽഗുണി എന്ന് പറഞ്ഞൊരു എക്സ്ക്ലൂസീവ് ഒരു നല്ല ഹാൻഡ്ലൂം ഹാൻഡ് വോവന്റെ ഒക്കെ നല്ല എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഷോറൂമാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് വന്ന് നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് വാങ്ങിയ ഒരു ഡ്രസ്സാണ് ഇത്. അപ്പൊ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നല്ല ചിക്കൻ വർക്കിന്റെ നല്ലൊരു ഡ്രസ്സ്. അപ്പൊ ഇത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ വെച്ചാൽ അടുത്ത ദിവസത്തെ ഷൂട്ടിന് ചില ദിവസം 2-3 ഷൂട്ട് അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പൊ ഒറ്റയടിക്ക് ഇന്ന് വന്ന് കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് വാങ്ങി പോവാം എന്നുള്ള ഒരു ഇതിലാണ് ഇന്നിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളും വരും, നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഇപ്രാവശ്യം വരുന്ന ഗസ്റ്റുകളുടെ പേര് ഞാൻ കുറച്ച് പേരുടെ പേരൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഓരോ ഗസ്റ്റുകൾക്കും വേണ്ടി നമുക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സസും സാരീസും ഉണ്ട് ഇവിടെ. അതെല്ലാം നമുക്ക് ഇവരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നമുക്ക് ഇത് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പൊ വരും, നമുക്ക് എത്രയും പെട്ടെന്ന് ഫാൽഗുണിയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ നമുക്ക് ഷോപ്പ് ചെയ്യാം. ഓക്കെ, ഹലോ രശ്മി, ഇതാണ് ഫാൽഗുണിയുടെ എല്ലാമായ രശ്മി. ഇത് ക്ലിപ്പ് ചെയ്തോ? യെസ്, പെർഫെക്റ്റ്. എന്ന് പറയണോ? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ ഓട്ടത്തിലാണ് രശ്മി. ഞാൻ കുറച്ച് ഡ്രസ്സ് എനിക്ക് വേണം പറഞ്ഞിരുന്നല്ലോ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ഫാൽഗുണിയുടെ ഡ്രസ്സാണ്. എന്ത് ഭംഗിയാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. നല്ല ഒരു എന്താ, നമ്മൾ എപ്പോഴും ഈ സാധാരണ ചിക്കൻ കറി എപ്പോഴും ഒരൊറ്റ സോളിഡ് കളറിലാണ് യൂഷ്വലി കാണാറ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇങ്ങനെ ഒരു ഡബിൾ ഡൈറ്റ് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗി. മാത്രമല്ല ഇത് നല്ല റെയർ കോമ്പിനേഷൻ, ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. ഇതിന്റെയൊക്കെ പിന്നിലത്തെ ഐഡിയ എന്ന് പറയുന്നത് രശ്മി കുട്ടിയുടെയാണ്. താങ്ക് യു. എന്തായാലും ഇത്തരത്തിലുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നല്ല കുറച്ച് ഡ്രസ്സുകളും കൂടെ എനിക്ക് വേണം. കാരണം ഞാൻ ഇപ്പൊ ചെയ്യുന്ന ആ ഷോ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഇപ്പൊ അടുത്ത ദിവസം വരാൻ പോണത് സുരഭി ചേച്ചിയാണ്. സുരഭിയുണ്ട്, സുരഭി ലക്ഷ്മി, അഞ്ജു കുര്യൻ, പിന്നെ സുധീഷ് ഏട്ടൻ, പിന്നെ വാണി വിശ്വനാഥ്, വാണി ചേച്ചി. അപ്പൊ അവരൊക്കെ ഇനി വരികയാണ്. അപ്പൊ എനിക്ക് ഇവര് ഷൂട്ട് അടുപ്പിച്ച. അപ്പൊ എനിക്ക് ഇവിടെയുള്ള കുറച്ച് എക്സ്ക്ലൂസീവ് കളക്ഷൻസ് പെട്ടെന്ന് കാണിച്ചു തന്നെ എനിക്ക് ഷൂട്ടിനിടാൻ വേണ്ടി ചെയ്യാം. നമുക്ക് വന്ന സ്ഥിതിക്ക് ഫാൽഗുണി എന്താണെന്നതും കൂടെ കാണുകയും കൂടെ ചെയ്യാം. ഇവിടെ ഫാൽഗുണി തുടങ്ങുന്നത് തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഇട്ടിരിക്കുന്ന ഈ കിടക്കുന്ന ഇതെല്ലാം അജ്രക്കിലുള്ളതാണ്. നാച്ചുറൽ ഡൈയിൽ വരുന്നിട്ടുള്ള കുർത്തീസ് ഉണ്ട്. പിന്നെ നമുക്ക് ആസോ ഫ്രീ ഡൈയിൽ വരുന്നിട്ടുള്ള ഡ്രസ്സസ് വരുന്നുണ്ട്. ഇതിപ്പോ നമ്മുടെ ഓഫർ സെക്ഷൻ ആണ്. അതിൽ നമ്മളൊരു 50% ഇപ്പൊ ഓഫർ നടക്കുന്നുണ്ട്. ഇപ്പൊ കഫ്താൻസിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1450 ആ റേഞ്ചിൽ ഇപ്പൊ വരുന്നുള്ളൂ. ഇതൊക്കെ നാച്ചുറൽ ഡൈ ടർമറിക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ആ സ്മെല്ലി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു നമ്മൾ അയൺ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്.
ഇതൊന്നും നിങ്ങൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിടുന്നതല്ല? അല്ല, പുറത്തുനിന്ന് തന്നെയാണ് വരുന്നത്. പിന്നെ കുറച്ച് നമ്മളിവിടെ ഓൾട്ടറേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഈ ഫാൽഗുണി ഈ തൃശ്ശൂരാണ് ഫാൽഗുണി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എറണാകുളത്ത് നിൽക്കുന്ന ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നറിയോ? ഫാൽഗുണിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് തന്നെ ഈ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഏത് സ്റ്റേറ്റിലുള്ള അതാത് സ്റ്റേറ്റിൻ്റെതായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ നമുക്കിവിടെ കിട്ടും. അത് മാത്രമല്ല നല്ല ഹാൻഡ് വോൺ ആയിട്ടുള്ളതും ഹാൻഡ്ലൂമിൽ ചെയ്ത കുർത്തീസും സാരീസും അതിൻ്റെയൊക്കെ എക്സ്ക്ലൂസീവ് കളക്ഷൻ ആണ് നമ്മുടെ ഇന്ത്യൻ പ്രിന്റ് എത്നിക് കൂടുതലായിട്ടും ഇവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ അറിഞ്ഞപ്പോൾ എന്നാ പിന്നെ കുറേ കേട്ടു, എന്നാ പിന്നെ ഫാൽഗുണി എന്ന് കാണണ്ടേ എന്ന് വിചാരിച്ച് ഓടി എത്തിയതാണ്. വന്നതേ 2 ദിവസം മുമ്പേ ഒന്ന് വന്നപ്പോ ഇവരുടെ എക്സ്ക്ലൂസീവ് കുറച്ച് കളക്ഷൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതാണ് വീണ്ടും വരാൻ കാരണം. ഇനി ഇത് ഇവരുടെ ഫുൾ ലിനൻ ആണ്. അതെ, ഇതൊക്കെ ഫാൽഗുണിയുടെ തന്നെ എക്സ്ക്ലൂസീവ്. അതെ, ഹാൻഡ് വർക്കും കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻഹൗസ് തന്നെ ചെയ്യുന്നതാണ്. ഇപ്പൊ കളർ കോമ്പിനേഷൻസ് നോക്കിയാലും അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ഈ വർക്ക് ഒക്കെ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? അതെ, ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. ഹാൻഡ് എംബ്രോയിഡറി വിത്ത് ഹാൻഡ് സീക്വൻസ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലുള്ള അതായത് ഗുജറാത്തി സ്റ്റൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ചിക്കൻ വർക്ക്, പിന്നെ യുപിയിലത് വരുന്നുണ്ട്, ജാംദാനി വരുന്നുണ്ട്. ഓക്കെ. അങ്ങനത്തേതെല്ലാം കുർത്തീസിലെല്ലാം വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് അതെല്ലാം പെട്ടെന്ന് അപ്പൊ ഇതിന്റെ കൂടെ ഇവിടെ എന്താ സെറ്റ് സാരീസ് നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ സ്വന്തമാണല്ലോ. അപ്പൊ അതില് നമുക്ക് അത് ഒഴിച്ചുകൊണ്ട് നമുക്ക് വേറൊരു കാറ്റഗറി കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ എനിക്ക് വിഷുവിന് പറ്റിയ ഓർമ്മ എന്തായാലും എനിക്ക് ഇവിടെ എടുക്കാൻ കിട്ടും അല്ലേ? നല്ലൊരു വിഷു നമ്മൾക്ക് വിഷു സ്പെഷ്യൽ ആയിട്ട് വേണ്ടേ? അപ്പൊ അതിന് പറ്റിയത് ഇവിടെ ഉണ്ടാവും. അതെ. പിന്നെ ഇതൊക്കെ ഷോർട്ട് ടോപ്സിൽ വരുന്നതാണ്, ലിനനിൽ വരുന്നുണ്ട്. ഇതൊക്കെ മഷ്റൂ സിൽക്ക് അതിലൊക്കെ വരുന്ന ഷോർട്ട് ടോപ്സ് വിത്ത് നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി ആൻഡ് ഹാൻഡ് സ്കാലോപ്പുകളാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതെ, അതിൽ തന്നെ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതെല്ലാം നല്ല മഷ്റൂം സിൽക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതെ. അതിന് ഇവരുടെ പ്രത്യേകത ഒന്നും തന്നെ ഞാൻ അന്ന് വന്നപ്പോൾ കണ്ടത്, മെഷീനിൽ സാധാരണ നമ്മളൊരു കടയിൽ ചെന്ന് കഴിയുമ്പം മെഷീനിലുള്ള സ്കാലപ്പ് വർക്ക്സ് ആണ് കൂടുതലും നമ്മൾ കാണുക. പക്ഷെ ഇവിടെ വന്നാൽ 100% എല്ലാം അത് ഹാൻഡ് വർക്ക് കാണുമ്പോൾ നമുക്ക് അറിയാലോ. ചില കടകളിൽ ഹാൻഡ് വർക്ക് ആണെന്നും പറഞ്ഞുകൊണ്ട് മെഷീൻ വർക്ക് കാണുമ്പോൾ നമുക്ക് അതിന്റെ പെർഫെക്ഷൻ ഡിഫറൻറ്റ് ആയിരിക്കും. പിന്നെ എത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ദിവസങ്ങൾ ഇരുന്നിട്ടാണ് ഹാൻഡ് സ്കാലോപ്പുകളെല്ലാം ചെയ്ത് അവസാനിപ്പിക്കുക. അപ്പൊ അതിന്റെ രീതിയിൽ അതിനൊരു ബ്യൂട്ടി ഉണ്ട്, ഇംപെർഫെക്ഷനിൽ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ. അതെ, ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് മെഷീനിൽ ചെയ്ത പോലെ വരില്ല, അങ്ങനെ ഇങ്ങനെ മാറിയൊക്കെ നിൽക്കും. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്ക് തന്നെയാണ് എന്നുള്ളത്. ഓക്കെ. ഇനി ഇവിടുത്തെ പെട്ടെന്ന് കാണിച്ചു തന്നെ അടുത്ത ഇതൊക്കെ നമ്മുടെ ഓഫറിലുള്ളതാണ്. ഇക്കത്ത് അങ്ങനത്തെ ഡ്രസ്സസ് കുറച്ച് ഐറ്റംസ് ഇപ്പൊ നമുക്ക് അതെല്ലാം കുറച്ചേറെ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സിംഗിൾ യൂണിറ്റ് പീസസ് മാത്രമേ ഇപ്പൊ അവൈലബിൾ ആവുള്ളൂ. ഇത് നമ്മുടെ ഇപ്പത്തെ ചൂടത്ത് നമ്മുടെ ഇവിടുത്തെ വെതറിന് പറ്റിയ നമുക്ക് ഡെയിലി ഇടാൻ ആൾക്കാർക്ക് ഇടാൻ പറ്റിയ രീതിയിലുള്ള നല്ല കൂൾ നല്ല കോട്ടന്റെ നല്ല ഡ്രസ്സസ് ഒക്കെയാണ്. അങ്ങനെ നല്ല കോട്ടന്റെ കുർത്തീസും ഉണ്ട്. അപ്പൊ ഡെയിലി വെയർ ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് നമുക്കൊക്കെ അങ്ങനെ നടക്കാൻ പറ്റും. നല്ല കംഫർട്ടബിൾ. ഇതൊക്കെ മിൽക്ക് കോട്ടണിൽ വരുന്നതാ. നല്ല ഫൈൻ കോട്ടൺ ആണ് കേട്ടോ. നല്ല കംഫർട്ട് ആയിരിക്കും ഇതൊക്കെ ഇടാൻ നമ്മുടെ പ്രത്യേകിച്ച് ഈ ചൂടത്ത്. ഓക്കെ. അപ്പൊ ഇതെല്ലാം അങ്ങനെ വരുന്നത്. അതെ. ഓക്കെ. ഇനി ഇതൊക്കെ ഓഫർ സെഗ്മെന്റിൽ വരുന്നതായിട്ട് കുറച്ച് നമ്മള് ഏരിയ കൊടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ചിക്കൻ കാരി കുർത്തീസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജീൻസിനൊപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്കൊരു പലാസോയുടെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന മോഡേൺ രീതിയിലൂടെ മാച്ചപ്പ് ആയി പോകുന്ന ഒരു എത്നിക് വെയർ കളക്ഷൻ ആണ് ഇത് വരെ. ഓക്കെ. അപ്പം എനിക്ക് അഞ്ജുവിന്റെ കൂടെ ഇടാൻ പറ്റുന്ന ഇത് കുറച്ച് മോഡേൺ. അതെ, മോഡേൺ ആയിട്ടുള്ള ഇതിൽ വരുന്ന ഇതാണ്. അപ്പൊ ഈ ഒരു ടൈപ്പ് എനിക്ക് ഞാനിപ്പോ പറഞ്ഞ പോലത്തെ ആർട്ടിസ്റ്റുകളുടെയാണ് എനിക്ക് ഈ ആഴ്ചയുള്ള ഷൂ വേണ്ടത്. അപ്പൊ എനിക്ക് സുധീഷ് ചേട്ടന്റെ കൂടെ ഞാൻ സാരി കൊടുക്കാം. പിന്നെ വാണി ചേച്ചിയുടെ കൂടെ ഇടാൻ പറ്റുന്നത് ഭയങ്കര ഡ്രസ്സൊക്കെ ചെയ്ത് വരുന്ന ആളാണ്. നല്ലൊരു ഡ്രസ്സും കൂടെ ഒക്കെ എനിക്ക് ചെയ്തുതരാം. അപ്പൊ ഇതിലെ ഒരെണ്ണം ഞാൻ അഞ്ചു ചുരിദാർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ അതിന് പറ്റിയ രീതിയിലൊന്ന് അങ്ങനെ. ഇതെല്ലാം ഷോർട്ട്. അതെല്ലാം ഷോർട്ടാണ് വരിക. പിന്നെ ഉള്ളത് നമ്മുടെ പ്രീമിയം കളക്ഷനിൽ വരുന്നതാണ്. പ്രീമിയം എന്ന് വെച്ചാലും അതെ, മഹേശ്വരി സിൽക്ക് ആണ്. ഇതിൽ തന്നെ നമുക്ക് സാരീസ് ഇവിടെ വരുന്നുണ്ട്. ഇതിപ്പോ നമ്മള് കുർത്താസ് ഇപ്പം വന്നിട്ടുള്ളതാണ്. ഇപ്പൊ ഫംഗ്ഷൻ ഒക്കെ പോകാൻ വേണ്ടി സാരീസിലാണ് വരുന്നത്. അതെ, നമുക്കിവിടെ പ്ലെയിനിലും വരുന്നുണ്ട്. ഇപ്പൊ ചെക്ക് പാറ്റേണിലും ചെയ്തിട്ടുണ്ട്. ഇത് വീവ് ചെയ്തെടുത്തിട്ടുള്ള ഫാബ്രിക്കില്, ഹാൻഡ്ലൂം ഫാബ്രിക്കില് നമ്മൾ ഹാൻഡ് വർക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇത് ഈ മെറ്റീരിയൽ നിങ്ങൾ എടുത്ത് അപ്പൊ ഇത് തുന്നിയത് എവിടെയാ സ്റ്റിച്ച് ചെയ്തത്? നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെയാണ് സ്റ്റിച്ചിങ് എല്ലാം വരുന്നത്. എന്നിട്ട് വർക്കും ഇവിടെ ചെയ്തിട്ടുണ്ട്. വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. വേറെ കളേഴ്സും ഉണ്ട്.
അല്ല, ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്, അത് പക്ഷെ വേറെ പാറ്റേണിൽ വരുന്നതാ. ഓക്കെ. അല്ല നമുക്ക് എപ്പോഴും മഹേശ്വരി സിൽക്ക് നമ്മൾ എപ്പോഴും എല്ലാവർക്കും അറിയണ ഒന്നാണ്. അതിന്റെ തന്നെ മഹേശ്വരിയുടെ നല്ല കുർത്തി. അപ്പൊ ഇതിന് മാച്ച് ചെയ്യുന്ന ബോട്ടം ഉണ്ടോ? അപ്പൊ ഇവിടെ ബോട്ടം ഉണ്ട്, കോട്ടൺ. ഇതിൽ തന്നെ സെയിം മഹേശ്വരി സിൽക്കിൽ തന്നെ പ്ലെയിൻ ബോട്ടം വരുന്നുണ്ട്. അതെ അതെ. ഓക്കെ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിട്ട് വേറെ കടയിലൊന്നും പോകണ്ട, ഇവിടെ നിന്ന് തന്നെ നമുക്ക് മാച്ച് ചെയ്യുന്നത് കിട്ടും. ഇത് നമുക്ക് വിഷുവിനൊക്കെ പോലത്തെ ഫംഗ്ഷനും ട്രഡീഷണൽ ആയിട്ടുള്ള ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ക്ലാസി ആയിട്ടുള്ള നല്ലൊരു ഡ്രസ്. അതെ അതെ. ഓക്കെ, റെഡി. ബാക്കി ഇതെല്ലാം ബാന്തിനി ഒക്കെ ബാന്തിനിയാണ്. ഇതിലും ഹാൻഡ് സെറി വർക്ക് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സിൽവർ സിൽവർ സെറിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വർക്ക് എല്ലാം നിങ്ങൾ തന്നെ? അതെ, നമ്മൾ തന്നെ ചെയ്യുന്നതാണ് എല്ലാം. അപ്പൊ പുറത്തുനിന്ന് സാധാരണ നമ്മളൊരു ബുട്ടീക്കിൽ പോയാലും രശ്മി, അത് ഏത് സ്റ്റേറ്റിന്റെ ആയിക്കോട്ടെ, ആ സ്റ്റേറ്റിൽ പോകുമ്പോൾ അവിടുന്ന് നമ്മൾ ഡയറക്റ്റ് വെൻഡേഴ്സിന്റെ അടുത്ത് നിന്ന് ഇവർ പോയി വാങ്ങിക്കും, അല്ലെങ്കിൽ അവിടുന്ന് ഹോൾസെയിലിൽ വാങ്ങിയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ബുട്ടീക്കിൽ കൊണ്ട് സെയിൽ ചെയ്യാറുള്ളത്. അപ്പൊ നിങ്ങൾ അങ്ങനെയല്ലേ നിങ്ങളുടെ പ്രോഡക്ട്സ്? അങ്ങനെയല്ല, നമ്മൾ പൊതുവേ വരുന്നത് നമ്മുടെ പ്രിന്റുകൾക്ക് വേണ്ടി നമ്മൾ അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പ്രിന്റഡ് ഫാബ്രിക് നമ്മൾ കളക്ട് ചെയ്യും. അതിനുശേഷം നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെ നമുക്ക് ഡിസൈഡ് നമ്മുടെ ആയിട്ടുള്ള ഇഷ്ടത്തിനുള്ള സ്റ്റിച്ചിങ് പാറ്റേണിൽ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അതിനുശേഷം അതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ഹാൻഡ് വർക്കും ചെയ്യും, ചെയ്തിട്ടാണ് അത് ഡെലിവറി ചെയ്യുന്നത്. അല്ലാതെ ബാക്കി ഏതൊരു ബുട്ടീക്കിൽ പോയി നമ്മൾ കാണുന്ന അതാണ് ഫാൽഗുനിയുടെ ഒരു സ്പെഷ്യാലിറ്റി. യെസ് യെസ്. ഓക്കേ, നോട്ട് ദ പോയിന്റ് കേട്ടോ. ഇതും കൊള്ളാം, നല്ല. ഇത് ഹാൻഡ് ബ്ലോക്ക് ആണ്. ആസോ ഫ്രീ ഡൈയിൽ യൂസ് ചെയ്തിട്ടുള്ള ചന്തേരി സിൽക്ക് ആണ് ഫാബ്രിക്. കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ചൊരു ഫങ്ഷണൽ വെയർ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഇതാണ്. ഇതിൽ നമ്മൾ നല്ല ബീഡ് വർക്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇടയ്ക്ക് നല്ല ട്രെൻഡിങ് ആയിരുന്നു ആലിയ പാറ്റേൺ. അതെ, ആലിയ പാറ്റേൺ. അതെ, ഇപ്പോഴും അതെ. അതിന്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പ്രത്യേക ഭംഗിയാ, നല്ല ഒതുങ്ങി നല്ല ഭംഗിക്ക് നിൽക്കും. പിന്നെ ഇതൊക്കെ നോർമൽ നമ്മുടെ ഹാൻഡ് ബ്ലോക്കിൽ തന്നെ. ഇത് ചന്തേരിയാണ് കേട്ടോ. ഇത് ചന്തേരിയിൽ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് ഈ മിറർ വർക്ക് ഒക്കെ ചെയ്ത്. അതെ അതെ. ഇതും നിങ്ങൾ തന്നെ ചെയ്തിടുന്നത്? അതെ അതെ. ഓക്കെ ഓക്കെ. പിന്നെ ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ പോലത്തെ അതെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പുകളുണ്ട് ഹാൻഡ് ബ്ലോക്കിന്. കോട്ടന്റെ നല്ല അതെ അതെ നമുക്ക് ഇടാൻ പറ്റുന്ന പോലത്തെ നല്ല കോട്ടന്റെ യങ്സ്റ്റേഴ്സിനൊക്കെ അതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടീനേജേഴ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കോട്ടന്റെ നല്ല ടോപ്സ്. അതേപോലെ രശ്മി ഒരു കാര്യം കൂടെ, ഇപ്പൊ എല്ലാരും നമ്മുടെ വീട്ടില് എന്താ പറയാ നോക്കിക്കഴിഞ്ഞ അമ്മമാരും എല്ലാരും പിന്നെ വണ്ണമുള്ളവരും ഇപ്പൊ എല്ലാരും ചുരിദാർ ആവിന്റെ ഒരു കംഫർട്ട് സോൺ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാരും തന്നെ കൂടുതലായിട്ട് ഇന്നിപ്പോ ചുരിദാർ ഒക്കെ വെയർ ചെയ്യാൻ ഇടുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെയും ചില ആൾക്കാർക്ക് സൈസ് കിട്ടുന്നില്ല എന്നുള്ളൊരു പൊതുവെ പറയാറുണ്ട്. എല്ലാ ബുട്ടീക്സിലും പോയാൽ ചിലപ്പം ഡബിൾ എക്സൽ അതോടെ നിൽക്കും, 3XL 4XL എല്ലാ ഷോപ്സിലും അവൈലബിൾ അല്ല. പക്ഷെ ഫാൽഗുണിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്തരം ഉള്ള ആൾക്കാർക്കാണെങ്കിലും ആ സൈസിലുള്ളതും ഇവിടെ അവൈലബിൾ ആണോ? ഇതിപ്പോ നമ്മൾ സ്റ്റാൻഡേർഡ് സൈസസ് വരുന്നത് ചിലതിൽ നമുക്ക് XS തൊട്ട് XXL വരെയാണ് നമ്മൾ യൂഷ്വലി കൊടുക്കുക. ഇപ്പം ചില ഡിസൈനിൽ വരുമ്പോൾ സ്മോൾ ടു XXL വരെ ആവാറുണ്ട്. പക്ഷെ നമുക്ക് ക്ലോത്തിനുള്ളിൽ തന്നെ നമുക്ക് കുറച്ച് ഫാബ്രിക് നമ്മൾ ഫ്രീ ആയിട്ട് ഇടാറുണ്ട്. അപ്പൊ അവർക്ക് നമുക്കൊരു സ്റ്റാൻഡേർഡ് സൈസിലാണ് ഈവൻ സ്മോൾ ആയാലും എല്ലാ കാറ്റഗറിക്കും ഒരേ സ്റ്റാൻഡേർഡ് സൈസ് ഇപ്പൊ 36, 38 ആ ഒരു ഇഞ്ചസിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഓൾട്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ഫെസിലിറ്റി സ്റ്റാൻഡേർഡ് സൈസ് ആയതുകൊണ്ട് ഒരു മാറ്റങ്ങളും വരില്ല. ഷോൾഡർ അടക്കം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഒരു ഫെസിലിറ്റിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതെ, ഇത് മൊഡാൽ സിൽക്ക് ആണ്. അജ്രക്കിൽ തന്നെ ഒരു പ്രീമിയം കാറ്റഗറി ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള ഇതിനാണ്. നമ്മൾ കോട്ടണിൽ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൊഡാലിൽ വരുന്ന നാച്ചുറൽ ഡൈയിൽ തന്നെ യൂസ് ചെയ്തിട്ടുള്ള മൊഡാൽ സിൽക്ക് സാരീസ് കുറച്ച് ഹിറ്റ് ആണ്. അപ്പൊ ഞാൻ ഒന്ന് ഇതിന് മൊഡാലിൽ ഒരെണ്ണം എനിക്ക് ഷൂട്ടിന് എടുത്താലോ? വാണിച്ചേച്ചിയുടെ വരുമ്പോ എന്തായിരിക്കും ഇടാൻ ഭംഗി? ചുരിദാർ വേണോ അതോ സാരി? അത് സാരി ആയിരിക്കും ബെറ്റർ. വാണിച്ചേച്ചി സ്റ്റൈലിഷ് ആണ്. ഈടൻ ചേച്ചി ഇന്റർവ്യൂ ചെയ്തപ്പോ ചേച്ചി നല്ല വെസ്റ്റേൺ ഡ്രസ്സിലും നല്ല സ്റ്റൈലിഷ് ആയിട്ടൊക്കെയാണ് എപ്പോഴും വരിക. അപ്പൊ അതിനനുസരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന നല്ല ഒരെണ്ണം വേണം. അതെ. ഇത് ജാംദാനിയിലല്ലേ? ജാംദാനിയിൽ വന്നിട്ടുള്ള വീവ്ഡ്. അതിൽ നമ്മൾ കുറച്ചൊരു യുണീക്നെസിന് വേണ്ടി ഒരു സെറിയിൽ ഒരു സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതെ അതെ. അതെ അതെ. എന്തിലും ഒരു ചെറിയൊരു മാറ്റം കൊടുക്കാറുണ്ട്. അതാകുമ്പോ ആ വാങ്ങുന്ന കസ്റ്റമറെ സംബന്ധിച്ച് അവർക്കും എന്തെങ്കിലും ഒരു ഹാൻഡ് വർക്ക്, ചെറിയൊരു ഹാൻഡ് വർക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ജാംദാനിയുടെ സാരീസ് ഒക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവരുടെയും തന്നെ വീട്ടില് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും, അമ്മമാര് യൂസ് ചെയ്യുന്നുണ്ടാവും, എല്ലാം അറിയുന്നതാണ്. പക്ഷെ അതിൽ ചുരിദാറിലേക്ക് വന്നപ്പോഴത്തെ അതിന്റെ ഒരു ഭംഗിയാണ്
അതിന് കുർത്തിയിലേക്ക് വന്നപ്പോ അതിനൊരു ഭംഗിയാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഐഡിയാസ് ഒക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്താൽ ഭംഗിയുണ്ടാവും, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ ഇത് രശ്മിയുടെ തന്നെ ഐഡിയ ആണോ അതോ രശ്മിക്ക് ഇവിടെ ആരെങ്കിലും ഫാഷൻ ഡിസൈനർ ഉണ്ടോ? ഇല്ല, വേറെ നമ്മൾ തന്നെയാണ്. അതെ, ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. ഓക്കെ. രശ്മി പഠിച്ചിട്ടുണ്ടോ ഫാഷൻ ഡിസൈനിങ്? ഇല്ല ഇല്ല ഇല്ല, അല്ലാതെ എവറിത്തിങ് അതെ പാഷന്റെ ബേസിൽ ചെയ്യുന്നതാണ്. അതെ. എന്നാ പെട്ടെന്ന് ഞങ്ങള് ബാക്കി സെക്ഷൻ കൂടെ കാണിച്ചു തരൂ രശ്മി. ഇതൊക്കെ ഹാൻഡ് ബ്ലോക്സ് നാച്ചുറൽ ഡേയിൽ വരുന്ന ഇൻഡിഗോ പ്ലാന്റിന്റെ എക്സ്ട്രാക്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നാച്ചുറൽ ഡേയ്സ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന വാഷ് കെയർ ഉണ്ട്. അത് നമ്മൾ ഇത്രയും ക്ലോത്ത്സിന് എന്തായാലും അത്യാവശ്യം ഹാൻഡ് ബ്ലോക്ക് ഇതിൽ കുറച്ച് പ്രൈസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അസറ്റാണ്. ഒരു സാരി പോലെ തന്നെ വർഷങ്ങളോളം ഇരിക്കും. ഫാസ്റ്റ് ഫാഷൻ പോലെ തന്നെ അങ്ങനെ ഒരു ട്രെൻഡ് ഔട്ട് ആവുകയില്ല, കാരണം എവർഗ്രീൻ പ്രൊഡക്ട്സ് ആണ്. ഇതൊക്കെ സ്റ്റൈലിഷ് എന്താ പറയാ, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ പുറത്തേക്ക് ഡ്രസ് ചെയ്ത് ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന നല്ല യൂത്ത് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനൊക്കെ പറ്റിയ രീതിയിലാണ്. വളരെ കാഷ്വൽ ആണ്. എന്നാൽ ഇത് ഈ ഡ്രസ് ഇറ്റ്സെൽഫ് ഇത് ക്യാരി ചെയ്യുന്നുണ്ട് ആ ഒരു സ്റ്റൈൽ. സോ അങ്ങനെ അതിനനുസരിച്ച് ആക്സസറീസ് ചെയ്ത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. നല്ല സമ്മറിലേക്ക് നല്ലൊരു ഓപ്ഷനാണ്. നല്ല സ്റ്റൈൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ചിക്കൻ കറി വർക്കിന്റെ ഡ്രസ്സ് കണ്ടോ? ഇത് ഞാൻ എടുത്തത് ഈ ഒരു സെക്ഷനിൽ നിന്നാണ്. വരൂ രശ്മി, ഇതും കൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇത് ഇവരുടെ ഒരു എക്സ്ക്ലൂസീവ് സെക്ഷൻ ആണ്. ഇവിടെ സിംഗിൾ കളർ തന്നെ വേണ്ട ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെയുണ്ട്, ഡബിൾ ഷെയ്ഡ് ഞാൻ ഇട്ടിരിക്കുന്ന പോലെ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഇതൊക്കെ നമ്മൾ സിംഗിൾ ഷെയ്ഡിൽ വരുന്ന. ഓക്കെ, ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ. ഇതൊക്കെ അങ്ങനെ വളരെ കോമൺ ആയിട്ടുള്ളതല്ല, റെയർ ആയിട്ടുള്ള ഒരു കളർ. ഡ്രസ്സ് ഇങ്ങനെ തന്നെ ഇട്ട് കാണിക്കാം. ഇതാ ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇതുണ്ടോ, ഫുൾ നല്ല ഭംഗിയുണ്ട്. ബാക്ക് സൈഡിലും നന്നായിട്ട് വർക്ക് ഉണ്ട് കേട്ടോ. യെസ്, ബാക്ക് സൈഡിലും നല്ല വർക്കാണ്, നല്ല കളർ, ലവ് ഇറ്റ്. ഇത് നല്ല ഭംഗിയുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ട മഹേശ്വരിയുടെ പിന്നെ ഇതിന്റെ തന്നെ വേറെ കളർ ചേഞ്ചസും അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. വൈറ്റും ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ ബാക്കി വേറെ കുറെ കളേഴ്സും വരുന്നുണ്ട്. പിന്നെ അതാ നമുക്ക് ഇങ്ങോട്ട് നോക്കൂ, ഇവരുടെ നല്ല മാലകൾ, ചെയിൻ സെറ്റ് കണ്ടോ ഇവിടെ വെച്ചിരിക്കുന്ന കണ്ടോ? ഇതൊക്കെ നല്ല പീസസ് ആണ്. സ്റ്റോൺസിൽ വരുന്നതുകൊണ്ട് ചോക്കർ ആയിട്ടുള്ളതുകൊണ്ട് ലെങ്തി ടൈപ്പ് ഉണ്ട്. സാധാരണ നമ്മൾ കാണുന്ന ഒരു യൂഷ്വൽ പാറ്റേണിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് നാച്ചുറൽ സ്റ്റോൺസിൽ ചെയ്തിരിക്കുന്ന ചോക്കേഴ്സും ലെങ്തി ചെയിൻസും ഇതെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആ. ഓ, അതൊരെണ്ണം എടുത്തുമ്പോൾ ഞാൻ ഇതിന്റെ കൂടെ ഇടാമായിരുന്നു. അത് മാച്ച് ചെയ്തേനെ. അത് ഞാൻ അന്ന് വന്നപ്പോൾ ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് ഓടിച്ചിട്ട് വന്ന് എടുത്തിട്ട് പോയതാണ്. പിന്നെ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും അറിയാം, ഇതൊക്കെ എല്ലാവരും എപ്പോഴും ക്യാരി ചെയ്യുന്നതാണ്. ക്ലച്ചസ് എല്ലാം ക്ലച്ചസിന് മാച്ച് ആവുന്ന രീതിയിലാണ് നമ്മൾ ശരിക്കും ഫുട്വെയർ ചെയ്തിരിക്കുന്നത്. ലെതറിലുള്ള ഇതാണ്. അതിൽ തന്നെ എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറികൾ ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം. ഓക്കെ, ഇത് നിങ്ങൾ ഡയറക്റ്റ് അവിടെ പോയി ഷോപ്പിൽ നിന്ന് വാങ്ങി? നമ്മൾ നേരത്തെ ഡിസൈൻ കൊടുത്തിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാസങ്ങളോളം വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ശരിക്കും ഓരോ പീസസ് എടുക്കുന്നത്. ശരിക്കും ഇതെല്ലാം? അതെ. ഈ ഒരു ക്ലച്ച് എനിക്ക് തോന്നുന്നു അത് പോയിട്ടുണ്ടാവും, അതിന്റെ കളർ പോയിട്ടുണ്ടാവണം. ഇതിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മാച്ച് ആയിട്ടുള്ളൊരു ഫുട്വെയർ ആണിത്. രണ്ടിനും ഒരേപോലെ പോകുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഭംഗിയുണ്ട്, പെർഫെക്റ്റ്. അപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് ചേർന്ന ക്ലച്ച്, അതിന് ചേർന്ന സെയിം തന്നെ ഷൂസും. ഇതെല്ലാം കൂടെ ഇവിടെ നിന്ന് അങ്ങ് റെഡി ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇവരുടെ വേറൊന്നും വെച്ചാൽ ഇവര് നേരത്തെ പറഞ്ഞല്ലോ, ഇവര് ഓരോ സ്റ്റേറ്റിലും പോയിട്ട് ഡയറക്റ്റ് അവിടുന്ന് വെൻഡേഴ്സിൽ നിന്ന് വാങ്ങിയിട്ട് വരികയല്ല, പകരം ഇവർക്ക് തന്നെ നമ്മുടെ ഈ പല സ്റ്റേറ്റിലും അല്ലെങ്കിൽ ചില ഏരിയയിലൊക്കെ ഇവർക്ക് തന്നെ അവിടെ യൂണിറ്റ് ഉണ്ട്. അവിടുന്ന് അവര് മെറ്റീരിയൽ വാങ്ങിയിട്ട് അവിടെ തന്നെ വെച്ച് ചെയ്യാണ്. അങ്ങനെയല്ല, അവിടെ തന്നെ വെച്ച് ചെയ്തിട്ടാണ് അവർ കറക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഈ ഷോപ്പിൽ അവർക്ക് സ്റ്റിച്ചിങ് എല്ലാത്തിനും അവൈലബിൾ അല്ല. ഇവര് സ്റ്റിച്ചിങ് അല്ല ചെയ്യണത്, മെയിൻലി ഫുൾ എല്ലാം ഓൾട്രേഷൻ ചെയ്ത് കൊടുക്കും. പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, സാധാരണ ഏതൊരു കടയിൽ പോയാൽ എങ്ങനെയാ, നമ്മൾ ഇട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കിത് കുറച്ച് ലൂസാണ് അല്ലെങ്കിൽ ടൈറ്റ് ആണ്, ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരപ്പം തന്നെ തീർച്ചയായിട്ടും പല ബുട്ടീക്സുകാരും ചെയ്തു തരാറുണ്ട്. പക്ഷേ ഫാൽഗുണി അവിടെ ഡിഫറെൻ്റ് ആവുന്നത്, ഈ ഫാൽഗുണിയുടെ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോയി നിങ്ങൾക്കൊരു 6 monthsോ 8 monthsോ 1 yearോ ആയിട്ടും നിങ്ങൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പിന്നെ നിങ്ങൾ മെലിഞ്ഞു എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ആ ഡ്രസ്സ് ഭയങ്കര ലൂസ് ആയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്യൂ മന്ത്സിന് ശേഷം നിങ്ങൾ ഫാൽഗുണിയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫാൽഗുണിയിൽ ഇവര് ആ ഒരു പ്രോഡക്റ്റ് അപ്പോഴും വീണ്ടും അത് നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്ത് തരും വിത്ത് ഫ്രീ ഓഫ് കോസ്റ്റ്. അതാണ് ഇവരുടെ മറ്റൊരു ഹൈലൈറ്റ്.
ഇനി ഇതൊക്കെ നമ്മൾ റെഗുലർ കാണുന്ന പോലത്തെ കുർത്തി സെക്ഷൻസ് ഒക്കെയാണ് ഇവിടെ. അതെ. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഓണം വിഷുവിനൊക്കെ ഇടാൻ പറ്റുന്ന ട്രഡീഷണൽ വെയർ ഉണ്ട്, അതും കൂടെ നമുക്ക് കാണാം. വിഷു ഷോപ്പിംഗ് ഒക്കെ തീർച്ചയായിട്ടും എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ, നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ, ഇവിടെയാണ് വിഷു സ്പെഷ്യൽ. ഇതിൽ തന്നെ നമ്മളിവിടെ ത്രെഡ് വർക്ക് പോലെ ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം ഒരു ചിക്കൻ കാരി പാറ്റേൺ തന്നെ ഒരു ത്രെഡ് പോലെ നമ്മൾ എന്നാൽ ട്രഡീഷണൽ മാഹേശ്വരി സിൽക്കിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എനിക്കുള്ള വിഷു സ്പെഷ്യലിനുള്ളത് ഞാൻ ഒരെണ്ണം ഇവിടുന്ന് എടുക്കാം കേട്ടോ. അത് ഒരെണ്ണം എടുക്കാം. ഇതാ ഓരോരുത്തരുടെ ഇഷ്ടം ഓരോന്നാണ്. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ വന്ന് എടുക്കാം. കണ്ട, പിന്നെ അതിൽ തന്നെ ഹാൻഡ് ബ്ലോക്ക്, ഇപ്പൊ ഹാൻഡ് വർക്ക് കണ്ടു, അതുപോലെ തന്നെ ഹാൻഡ് ബ്ലോക്കിലും വരുന്നുണ്ട് ഒരു ഫോയിൽ പ്രിന്റ് പാറ്റേൺ. ഒരു ഗോൾഡൻ ഫോയിൽ പോലെ കൊടുത്തിട്ട് അതിലും വരുന്നുണ്ട്. ഇപ്പൊ വർക്ക് വേണ്ട എന്നാൽ ആ ഒരു ലുക്ക് കിട്ടാൻ വേണം, ഒരു ഗോൾഡൻ ഷെയ്ഡ് കിട്ടാൻ വേണം, അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഇതിന് ചിലർക്ക് ഇത് വേണമെങ്കിലും ഇതിന്റെ കൂടെ മാച്ചിങ് ദുപ്പട്ട വേണം ചില ആൾക്കാർക്ക്. അങ്ങനെയാണെങ്കിൽ സ്കാലോപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയുണ്ട്. അപ്പൊ ഇത് വേണം, ഇതിനെ മാച്ച് ചെയ്യുന്ന ദുപ്പട്ട പ്ലസ് ബോട്ടം എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ അത് കോട്ടണിൽ തന്നെ വരുന്ന ഹാൻഡ് ബ്ലോക്കിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് തന്നെ വൈറ്റ് ഒക്കെ പ്രിഫർ ചെയ്യുന്നവർക്ക്, എന്നാൽ ഒത്തിരി പ്രിന്റുകൾ വേണ്ട അങ്ങനെയുള്ളവർക്ക്. ഓക്കെ, കൂൾ, നൈസ്. ഓക്കെ, അതിന് നമ്മൾ അങ്ങനെ ഇതെല്ലാം കണ്ടു. ഇവിടെ എല്ലാം കുർത്തീസ് തന്നെയാണ്. അതെ. ഓക്കെ രശ്മി, യെസ്, ഇവിടുത്തെ സാരീസ് ഒക്കെ ഒന്ന് കാണിച്ചു തരും. ഓ ഷുവർ. ഇതൊക്കെ സാരീസ് ഒക്കെ എങ്ങനെയാ പൊതുവെ രശ്മി, നിങ്ങൾ എപ്പോഴും എങ്ങനെയാ എപ്പോഴൊക്കെയാ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നതൊക്കെ? അത് എവറി വീക്ക് ഉണ്ട്. അത് ഈവൻ കുർത്തീസ് ആയാലും ഡ്രസ്സസ് ആയാലും സാരീസ് ആയാലും നമുക്ക് എവറി വീക്കില് പീസസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തു. അപ്പൊ ഇനി പറഞ്ഞാൽ ഹാൻഡ് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ ഡെലിവർ ചെയ്യുന്ന ആ പാകത്തിലേക്ക് എത്തിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫ്യൂ പീസസ് എന്ന് വെച്ചാൽ ഒരു 100 ആ ഒരു റേഞ്ചിലുള്ള റേഷ്യോയിലാണ് നമുക്ക് പുതിയ സ്റ്റോക്ക് വരുന്നത്. ഓ യെസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഹാൻഡ്ലൂം കളക്ഷൻ ആണ് കേട്ടോ. ഈ ഒരു സാരി ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. ഇത് ഹാൻഡ്ലൂം ആണ്. ഇതിപ്പോ ട്രെൻഡിങ് ആണ്, വയലറ്റ് ഷെയ്ഡ്. ഇത് ഹാൻഡ് വൂവൺ ആണ്. പിന്നെ ഇതൊക്കെ വൈരൂസി എന്ന് പറയും. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ലൈൻസ് ഇല്ലേ ഇതിൽ വരുന്നത്. വൈരൂസി. ട്രഡീഷണൽ, വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ സാരീസ് ഒക്കെ. യെസ്. പിന്നെ ഇത് കണ്ടോ, ഇത് ശരിക്കും ഒരു ടിഷ്യൂ പ്യുവർ സിൽക്ക് കോട്ടൺ കോമ്പിനേഷൻ ആണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ടിഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ആ കോട്ടൺ സിൽക്കിന്റെ ബ്ലെൻഡ് അങ്ങനെ അറിയില്ല. ഈ സാരിയുടെ കോമ്പിനേഷൻ ഇതൊരു ബ്രൊക്കേഡ് പോലെ തോന്നും, പക്ഷെ ഇത് ഫുള്ളി വീവ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാ. കളർ കോമ്പിനേഷൻസ് ആയാലും അങ്ങനെയാ. ഭയങ്കര ലൈറ്റ് വെയിറ്റ്. യെസ് യെസ്. ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു കോമ്പിനേഷൻ കണ്ടോ. ഇത് നമ്മുടെ ഇത് ശരിക്കും ഒരു അങ്ങനെ യൂഷ്വലി വരുന്നൊരു കോമ്പിനേഷൻ അല്ല. അതെ, നല്ല ഭംഗിയുള്ള സാരി. ഇതൊക്കെ ഉടുത്ത് കഴിയുമ്പോഴാണ് ഈ സാരിയുടെ ഭംഗി. ഇത് അതുപോലെ തന്നെ ഒരു കോലം ഡിസൈൻ എന്ന് പറയും. ഇതിപ്പോ എനിക്ക് ഫുൾ കൺഫ്യൂഷൻ ആണല്ലോ രശ്മി. ഞാൻ അത് കണ്ടപ്പോ അവിടെ കണ്ടപ്പോ വിചാരിച്ചു അത് എടുത്ത് കൊടുക്കാം ആ ഷൂട്ടിന്. ഇപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് തോന്നുന്നത് സുധീഷേട്ടന്റെ ഇങ്ങനത്തെ എന്തെങ്കിലും ഇട്ട് നല്ല ട്രഡീഷണൽ ലുക്കിൽ ഇങ്ങനെ നിക്കാം. ഫുൾ കൺഫ്യൂഷൻ. കൊടുക്കുമ്പോ ഇതിന്റെ പല്ലു പോർഷനിൽ നല്ല ഹെവി ആയിട്ടാണ് നമ്മൾ വീവ് ചെയ്തിരിക്കുന്നത്. ഞാനൊന്ന് ഓപ്പൺ ചെയ്യാണ്, ഇതൊന്ന് ഇവരെ കാണിച്ചു കൊടുക്കട്ടെ. ഇത് കണ്ടോ ഇതിന്റെ ഭംഗി? നല്ല ട്രഡീഷണൽ കല്യാണങ്ങള്, എൻഗേജ്മെന്റ്, കല്യാണം, എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോ ഉടുത്ത് നിക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ സാരി. നല്ല കളറും. എൻ്റെ പല്ലു നല്ല രസമുണ്ട് പല്ലു. ഇപ്പൊ ആ കളറിൽ അങ്ങനത്തെ ഒരു ബോർഡർ വേണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ബോർഡർ ഡിഫറെന്റ് ആയിട്ടുള്ള സെയിം കളർ ടോൺ എന്ന ചെക്ക് പാറ്റേൺ ആണ് അതിലും ഉണ്ട്. ഹെവി ബോർഡർഡ് അല്ലാതെ ബോഡിയിലാണ് ബാക്കി ജറി വീവിംഗ് ഒക്കെ വരുന്നത്. അതായത് ശരിക്കും ഇവിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ കുർത്തീസിന്റെ കാര്യത്തിലാണെങ്കിലും ചുരിദാറിന്റെ കാര്യത്തിലാണെങ്കിലും സാരിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാവരുടെയും ഇഷ്ടം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എല്ലാവർക്കും ബോർഡർ ഉള്ള ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ബോർഡർലെസ് സാരീസ് തന്നെ ചോദിച്ചു വരുന്ന ക്ലയൻസും ഉണ്ട്. അത്തരം കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു രീതിയിലും അങ്ങനെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾക്ക് വന്നാൽ ഈ ഫാൽഗുണിയിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ക്യാമറയ്ക്ക് നിൽക്കുന്ന ആൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. ഇത് ഉടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതും കൂടി ഒന്ന് ഉടുക്കട്ടെ. വിജിത്തിനാണ് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കണേ. വിജിത്തിനാണ് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. വിജിത്തിന് ഇത് ഗേൾ ഫ്രണ്ടിന് കൊടുക്കാനാണോ അത് അമ്മയ്ക്ക് കൊടുക്കാനാണോ? നമുക്ക് നല്ല സാരി. അതിന്റെ ഡിഫറെന്റ് കളേഴ്സിൽ നമുക്കുള്ളത് ഇപ്പോ വയലറ്റ് ഷെയ്ഡ് അവൈലബിൾ ആണ്. ഇപ്പൊ വയലറ്റ് ഇപ്പൊ കുറച്ച് ട്രെൻഡിങ് ആണ്. അത് തന്നെ കണ്ടോ, ഈ ഒരു കോമ്പിനേഷൻ വരും. ഓക്കെ, വയലറ്റ് മെറൂൺ. അതെ,
പിന്നെ ഇതൊരു കോലം ഡിസൈൻ എന്ന് പറയും. അല്ല ഇതല്ല, ഇത് ഓക്കെ. ഇത് കണ്ടു, ഇതിന്റെ ഒരു നമ്മൾ ഈ കോലം ഒക്കെ വരയ്ക്കില്ലേ, ആ ഒരു ട്രഡീഷണൽ ടച്ച് ഉള്ള ഒരു സാരിയാണിത്. ഓക്കെ. ഇതിന്റെ മുന്താണി പോർഷനാണിത്. ഓ ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മള് കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോ കാഞ്ചീപുരം സാരി ഒന്നും ഉടുക്കേണ്ട തന്നെ ആവശ്യമില്ല. കാഞ്ചീപുരത്തിൽ ഉണ്ട്, പ്രീമിയം കളക്ഷൻ ഉണ്ട്. പക്ഷെ അല്ല, കാഞ്ചീപുരത്തിൽ നമ്മള് കാണുന്ന അതേ ഡിസൈൻ, അതേപോലത്തെ കളർ കോമ്പിനേഷൻ, തീർച്ചയായിട്ടും അതിനേക്കാളും പ്രൈസ് കുറവായിരിക്കും. എന്നാ നമുക്ക് കാഞ്ചീപുരം സിൽക്ക് ഒക്കെ ഇടുമ്പോ ഈ ചൂടത്ത് ഭയങ്കര ഉഷ്ണമല്ലേ, അപ്പൊ ഇങ്ങനത്തെ ഇടുമ്പോ ലൈറ്റ് വെയിറ്റും ആണ്, എന്നാ ഉടുത്ത് നിൽക്കുമ്പോ അതേ ബ്യൂട്ടി ഉണ്ടേനും. ഇനി നമുക്ക് നിങ്ങളുടെ എക്സ്ക്ലൂസീവ് ആ കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ അത് എവിടെയാ? ഇതിൽ ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഹാൻഡ് സ്കാലോപ്പ് ചെയ്ത് നമ്മുടെ മഹേശ്വരി സിൽക്കിന്റെ കുർത്ത കണ്ടില്ലേ, അതിന്റെ തന്നെ സാരിയാണിത്. നമ്മൾ ഹാൻഡ് സ്കാലോപ്പ് ആണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു മെറ്റീരിയൽ ഹാൻഡ് ലൂമാണ്, അതിൽ നമ്മൾ ഹാൻഡ് സ്കാലോപ്പും കൂടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ ബൾക്കായിട്ട് ചില ആൾക്കാർ ഇപ്പം ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കസിൻസ് എല്ലാരും കൂടെ ചേർന്ന് ഒരേപോലത്തെ കളർ ഇടുന്ന അങ്ങനെയും ചിലർ വരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വന്നാൽ ഒരുമിച്ച് ഒരു 10 എണ്ണം അല്ലെങ്കിൽ ഒരു 5 to 8 പീസസ് ഒക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ അത് ഇങ്ങനെ മഹേശ്വരി സിൽക്കിൽ നമുക്ക് പോയിട്ടുണ്ട്. ഓക്കെ. 5-8 പീസ് അങ്ങനെ നമുക്ക് പോയിട്ടുണ്ട്. അത് പക്ഷേ ഈ ഒരു കാറ്റഗറിയിലേ വരുള്ളൂ. ഇപ്പൊ നമ്മൾ ഹാൻഡ് പിക്ക് അല്ലെങ്കിൽ നമ്മളൊരു അതൊക്കെ യുണീക്ക് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ഇപ്പൊ ഒരാൾക്ക് ഗ്രീൻ ഇഷ്ടമാണെങ്കിൽ ആൾക്ക് ഗ്രീൻ ഇഷ്ടാവില്ല, അടുത്ത ആൾക്ക് വയലറ്റ് ഇഷ്ടം, മനസ്സിലായി, അങ്ങനെ. അപ്പൊ അതിലല്ല നമുക്ക് ഇതിലാണ് അങ്ങനെ കിട്ടും. അപ്പൊ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ കല്യാണമൊക്കെ ആകുമ്പോ എപ്പോഴും നേരത്തെ പ്ലാൻ ചെയ്യുമല്ലോ. അപ്പൊ അവര് നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണേൽ സ്റ്റോക്ക് അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുന്നേ പറഞ്ഞിരുന്നാലൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കും. ഓക്കെ. പിന്നെ ഒന്നും കൂടെ ചോദിച്ചോട്ടെ, ഡയറക്റ്റ് ഇപ്പൊ തൃശ്ശൂർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല, ഇപ്പൊ നമ്മുടെ വീഡിയോ തന്നെ കാണുന്ന ആൾക്കാർ വിദേശത്തിരുന്ന് കാണുമോ വേറെ സ്ഥലത്തിരുന്ന് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് അതുണ്ടോ? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് സാധനം അയച്ചു കൊടുക്കുമോ? നമുക്കിപ്പോ വെബ്സൈറ്റ് ഇപ്പൊ ലോഞ്ച് ആവുന്നുണ്ട്, ഇപ്പൊ അടുത്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇപ്പൊ നമ്മൾ തൽക്കാലമുള്ള ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ ഓർഡേഴ്സ് എടുക്കാറുണ്ട്. അത് കുറച്ച് കളക്ഷൻസ് നമ്മൾ ലോക്കലി ഇപ്പൊ കേരളത്തിലായാലും ഒക്കെ നമ്മൾ സെൻഡ് ചെയ്യാറുണ്ട്. നമുക്ക് എൻക്വയറീസ് വരുന്ന അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഓക്കെ. ഇനി നമ്മള് കാഞ്ചീപുരം ആണല്ലേ കാണാനുള്ള? ഇനി കാഞ്ചീപുരം കളക്ഷൻസ് ആണ് കാണാനുള്ള. ഇതിപ്പോ കാഞ്ചീപുരം കളക്ഷൻ വരുന്ന പ്രീമിയം സാരീസിൽ വന്ന നമുക്ക് പഴയ കല്യാണ സാരികളുടെ വെഡിങ്ങിനൊക്കെ ഈ മഞ്ഞയും ഒരു പണ്ടത്തെ ഇതിന് മുന്നേ ഉള്ള കോമ്പിനേഷൻ സാരീസ് ആണ് ഇതൊക്കെ. അല്ല, ഇതൊക്കെ എത്രയാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു പ്രത്യേക ഒരു ബ്യൂട്ടിയാ, ഒരു പ്രത്യേക ഭംഗിയാണ് ഇതൊക്കെ. നല്ല മഞ്ഞ, നല്ല റെഡ്, നല്ല കോമ്പിനേഷൻ, ബ്യൂട്ടിഫുൾ. ഇത് ഓഫ് വൈറ്റിലൊരു കളക്ഷൻ നമ്മുടെ വരുന്നതാണ്. രശ്മി ഒരു സെക്കൻഡ്, എന്റെ ഫോൺ അടിക്കണം, ഞാൻ ഒന്ന് എടുത്തിട്ട് വന്നോട്ടെ. വേറെ എന്തോ ഒരു സാരി ഉണ്ടായിരുന്നല്ലോ. ഹലോ, പറയൂ സന്തനു. ഞാനിപ്പോ ഇവിടെ ഫാൽഗുണിയിലാ, തൃശ്ശൂർ. അവിടെ ഷോപ്പിൽ നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഇല്ല, അതിന്റെ കോസ്റ്റ്യൂമിന്റെ എല്ലാം എടുക്കാൻ വന്നതാ. മഞ്ജു ചേച്ചിയാ? ഓ, അപ്പൊ പറഞ്ഞു നന്നായാലോ, നീ കറക്റ്റ് ടൈമിലാണ് വിളിച്ചത്. ഞാൻ ബാക്കി എല്ലാവരുടെയും ഇപ്പൊ വാണി ചേച്ചിയുടെ എടുത്തു, സുധീഷ് ഏട്ടന്റെ എടുത്തു, അഞ്ജുക്കൂരിന്റെ എടുത്തു, സുരഭി ലക്ഷ്മിയുടെയും എടുത്തു വെച്ചിട്ടുണ്ട്. നീ വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ മഞ്ജു ചേച്ചിയുടെ ഓക്കെ. അപ്പം എന്നാൽ അതും കൂടെ എടുക്കാം. ശരി, ഓക്കെ ചാന്ദ്രു, ഓക്കെ. താങ്ക് യു. രശ്മി, എനിക്ക് എംപുരാൻ്റെ പ്രൊമോഷൻ, അപ്പം മഞ്ജു ചേച്ചിയുടെ ഷൂട്ടുണ്ട്. മഞ്ജു വാര്യറാണ് എംപുരാൻ്റെ പ്രൊമോഷനുമായിട്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ ഫസ്റ്റ് വൺ വരുന്നത്, തരാട്ടോന്ന്. അപ്പൊ അതിന് പറ്റിയ നല്ല ഒരെണ്ണം കൊണ്ടുവരണം, നല്ല ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനം. അതായിരിക്കണം ഫാൽഗുണിയുടെ ഹൈലൈറ്റ്. ഓക്കെ, കറക്റ്റ് ടൈമിലാണ് വിളിച്ചത്. ഇത് കണ്ടോ, ഇത് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ള സാരിയാണ്. ഇതൊക്കെ 3 gram ഗോൾഡ് സെറി അങ്ങനെ വരുന്നത്. ഇപ്പൊ ഗോൾഡിന്റെ ഇത് കൂടുന്ന, സെറിയുടെ ഇത് കൂടുന്ന അനുസരിച്ച് പ്രൈസ് വരും. അതെ, അതങ്ങനെയാണല്ലോ, അതിന്റെ കൂടുന്ന അനുസരിച്ച് അത് വരും. പക്ഷെ ഇത് നല്ല കോമ്പിനേഷൻ ആണ്, ബ്ലാക്കും ഗ്രീനും വയലറ്റ്. അതെ, റെയർ കോമ്പിനേഷൻ, നല്ല റെയർ കളേഴ്സ് എല്ലാം ഉണ്ട് ഇവർ.
ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ ഈ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കൗണ്ടറിന്റെ ഇവിടെ ബിൽ കൗണ്ടർ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇവിടെ ഈ കമ്മല് കണ്ടത്. നിങ്ങൾ കണ്ടോ ഈ കമ്മല്? സാധാരണ നമുക്ക് എറണാകുളത്തൊക്കെ നമുക്ക് ഒരുപാട് ഷോപ്സ് ഒക്കെ അവൈലബിൾ ആണ്, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കമ്മല് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ഈ കമ്മലിന്റെ ഒരു ഭംഗി കണ്ടോ? ഇതിൽ വന്നിരിക്കുന്നത് നല്ല നാച്ചുറൽ സ്റ്റോൺസിലാണ്. അവിടെ ഞാൻ ആദ്യം നിങ്ങൾക്ക് കുറച്ച് അതിന്റെ മാലകൾ കാണിച്ചു തന്നിരുന്നു, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള. അങ്ങനത്തെ കുറേ നല്ല എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ജ്വല്ലറിയും കൂടെ ഇവിടെയുണ്ട്. അപ്പൊ ഇതും കൂടെ നമുക്കൊന്ന് കാണാം. നമുക്ക് ഈ ഓരോ കമ്മലുകളൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാം. നല്ല നാച്ചുറൽ സ്റ്റോൺസിൽ പല പല കളേഴ്സും ഉണ്ട് ഇവിടെ. പിന്നെ നിങ്ങളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതല്ലേ, അന്ന് എന്നോട് പറഞ്ഞു പുതിയ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. അഫോർഡബിൾ ജ്വല്ലറി കളക്ഷനിൽ ഡെയിലി വെയറിലൊക്കെ പോകുന്ന കളക്ഷൻ ആണത്. പിന്നെ നമ്മുടെ ഇത് പേൾ, ഒറിജിനൽ പേൾ ആണ്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ആ മെറ്റൽ, ആ ഒരു ബേസ് ഇതില്ലേ, അത് ഇതാണ് നോർമൽ ഇതാണ്. പക്ഷെ അതിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ പേൾ ഒറിജിനൽ ആണ്. ഒറിജിനൽ പേൾ ആണ്. അത് നമ്മൾ സ്ക്രാച്ച് ചെയ്താലും നമുക്ക് എന്താ പറയാ, തിരിച്ചതിന്റെ ഫോമിലേക്ക് തന്നെ വരുന്നതാണ്. പിന്നെ ഇത് വരുന്നത് നമ്മുടെ നോർമൽ ഫാൻസി പേൾ ആണ്, വിത്ത് നാച്ചുറൽ സ്റ്റോൺ ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺസിൽ വരുന്നതാണ്. ഇതെല്ലാം ആ ഒരു ബേസിൽ വരുന്നതാണ്. ഇതിപ്പോ കുറച്ച് അത്യാവശ്യം നമുക്ക് പോയിട്ടുള്ള യൂണിറ്റ്സ് ആയിരുന്നു. ഇതിപ്പോ വരുന്നുണ്ട്, ഓൾറെഡി അത് പ്രൊഡക്ഷനിലുള്ളതാണ്. ഇതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അത് നമുക്ക് കുറച്ച് കട്ട് വർക്ക് പേൾ എന്ന് പറയും. നാച്ചുറൽ പേളിൽ നിന്ന് നമ്മൾ മാറ്റിയിട്ട് കുറച്ചൊരു പോളിഷ്ഡ് ആക്കി കുട്ടികൾക്കും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുള്ള മാലകളാണ് ഇത് വരിക. ഇതൊക്കെ അത് നമുക്ക് നാച്ചുറൽ പോളിഷ്ഡ് സ്റ്റോണിലേക്ക് വരുന്ന കാറ്റഗറിയാണ്. നമുക്ക് ഫാൻസി ഡെയിലി വെയർ. അതെ അതെ. ഇത് നമുക്ക് കുറച്ചും കൂടെ ഒരു ഗോൾഡ് ട്രഡീഷണൽ സാരിക്കൊപ്പം ഒക്കെ ഇടാൻ പറ്റുന്ന ഇതാണ്. പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് ഇതിപ്പോ നമുക്ക് കുറച്ച് കളക്ഷൻസ് കൂടെ ഉണ്ടായിരുന്നു. ഇതിപ്പം ഗോൾഡൻ നമ്മുടെ നോർമൽ ഇപ്പൊ വിഷു ഒക്കെ വരല്ലേ, അതിന് വേണ്ടിട്ട് കുറച്ച് കളക്ഷൻസ് നമ്മൾ ചോക്കർ പാറ്റേണിലുള്ളതും ഇതൊക്കെ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി. അതെ അതെ. അപ്പൊ ഇതാണ് നമ്മള് ഫാൽഗുണിയിൽ വന്നു കഴിഞ്ഞാൽ കാണാനുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താ വേറൊരു കാര്യം? ബനാറസി ബന്ദേജിലുള്ള ദുപ്പട്ട കളക്ഷൻസ് ഉണ്ട്. ഇത് കുറച്ച് പ്രീമിയം ആണ്. ഇത് അതുപോലെ തന്നെ പ്ലെയിൻ ഇടുന്ന ആ ഒരു ബേസ് ഫാബ്രിക്കിൽ കുറച്ച് നല്ല എലഗൻസ് കൊടുക്കുന്ന ദുപ്പട്ടാസ് ആണ് ഇത് വരുന്നത്. ഇതിൽ ഇത്രയും കളക്ഷൻസ് നമുക്ക് ഉണ്ട് കേട്ടോ. ഡിഫറെന്റ് ഹാൻഡ് ആൻഡ് ബന്ദേജിൽ വിത്ത് ബനാറസി വീവിംഗ് ബോർഡർ ഇങ്ങനെ നിൽക്കും. ഒരു സാരിയുടെ ലുക്കാണ് ശരിക്കും. സാരിയുടെ പകുതിയാണല്ലോ ശരിക്കും ദുപ്പട്ട വരുന്നത്. അപ്പൊ അങ്ങനെ ഇനി എന്റെ ഫൈനൽ ഒരു ഷോപ്പിങ്ങിന്റെ ടൈമിലേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ ഇനി ഫൈനൽ ആയിട്ട് ഒന്ന് ഫിക്സ് ചെയ്തുകൊണ്ട് അങ്ങ് പോകേണ്ടതാണ്. അപ്പൊ എനിക്ക് പറ്റിയ രീതിയിലുള്ള ഞാൻ ഈ പറഞ്ഞ പോലത്തെ കുറച്ച് ഈ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി പറ്റിയത് അറിയാലോ ഏതാ വേണ്ടത്, അതനുസരിച്ചിട്ട് നമ്മളിപ്പോ കണ്ടതിനകത്ത് നിന്നൊക്കെ ഉള്ളത് എടുത്ത് എനിക്ക് തന്ന് എന്നെ പെട്ടെന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ എനിക്ക് അത് എത്രയും പെട്ടെന്ന് പോയി ഷൂട്ടിനിടാൻ ഇപ്പൊ ധൃതിയായി. കാരണം നമ്മള് ഇത്തരത്തിലുള്ള ബ്യൂട്ടിഫുൾ ഡ്രസ്സുകളും കളക്ഷൻസ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഇട്ട് വെയർ ചെയ്ത് അതിനിങ്ങനെ നിക്കാന്നൊക്കെ പറയണത് ലേഡീസിന് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ഡ് ആണിത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ഈദ് ആയിക്കോട്ടെ, ഈസ്റ്റർ ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, ഇപ്പൊ എല്ലാ ഫെസ്റ്റിവൽസും വരാൻ പോവാണ്. ആ ഫെസ്റ്റിവലിന് നമ്മൾ എല്ലാവരും അതെ, ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ ഷോപ്പ് ചെയ്യും, ഇഷ്ടപ്പെട്ട കുറെ ഡ്രസ്സുകൾ നമ്മൾ കളക്ട് ചെയ്യാൻ നോക്കും, ഫംഗ്ഷൻസും ഉണ്ടാവും. അപ്പോൾ ഈ പ്രാവശ്യത്തെ നിങ്ങളുടെ ഷോപ്പിംഗ് തൃശ്ശൂര് ഫാൽഗുണിയിൽ തന്നെ ആവട്ടെ. ഓക്കെ, അപ്പം ഹാപ്പി ഷോപ്പിംഗ്. താങ്ക് യു രശ്മി, താങ്ക് യു ഫോർ യുവർ എല്ലാ ഒരു ഇതിന് സോ മച്ച്. നമ്മളെ ചൂസ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു.